വേണ്ട, പണി ഇന്ന് തന്നെ തീർത്തേക്ക്. ഇപ്പൊ ഓക്കെ ആണോ? നീ എന്താ ചെയ്യുന്നേ? ഞാൻ താഴെ വീഴും. സണ്ണി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇങ്ങ് അടുത്തോട്ട് വന്നേ. അഥവാ ഇവിടെ താമസിക്കേണ്ടി വന്നാൽ ഇവിടെ അതിനുള്ള സൗകര്യവുമുണ്ട്. അതെ, ബാക്കിയെല്ലാം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ എന്തായാലും കൊണ്ടുപോകേണ്ട ആഹാരങ്ങളെല്ലാം രാത്രി തന്നെ തയ്യാറാക്കി വെക്കാം. നാളത്തെ പിക്നിക് ഒരു സംഭവം തന്നെയായിരിക്കും. സംശയമുണ്ടോ? കിറ്റി, നീ ജോർദാറിനൊപ്പം അകത്ത് പോയി ഭക്ഷണത്തിന്റെ ലിസ്റ്റ് ചെക്ക് ചെയ്യ്. ഞങ്ങള് പോയി ടെന്റും കൊണ്ടുവരാ. ഇവന്മാര് 4 പേരും കൂടെ കിട്ടിയുടെ കൂടെ എങ്ങനെ പിക്നിക്ക് പോകുന്നു ഞാൻ നോക്കട്ടെ. ഇവന്മാരുടെ പ്ലാൻ പപ്പടമാക്കിയില്ലെങ്കിൽ എന്റെ പേര് സണ്ണി എന്നല്ല. ആ അയ്യോ, കിട്ടി കിട്ടി. സണ്ണി, ഇതൊക്കെ എന്താ? എനിക്ക് എന്റെ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നിന്റെ സഹായം ആവശ്യമുണ്ട് കിട്ടി. ഗാർഡനിലെ യെല്ലോ പോട്ടാണോ നല്ലത് അതോ ഗ്രീൻ പോട്ടാണോ നല്ലത്? ചെടികള് പച്ചയല്ലേ, അപ്പൊ മഞ്ഞ കളർ തന്നെ മതി. ഓക്കെ, അപ്പൊ ഹാങ്ങിങ് പോട്ടിൽ മണി പ്ലാന്റിന്റെ കൂടെ പാം വെച്ചോട്ടെ. ഓഹോ സണ്ണി, പാം വലിയ മരവാ. ഒന്നുകിൽ അത് വലിയ ചട്ടിയിൽ നടണം, അല്ലെങ്കിൽ തറയിൽ നടണം. അല്ല, ഈ സണ്ണി എപ്പോഴാ ചെടിയും ചെടിച്ചട്ടിയൊക്കെ വിൽക്കാൻ തുടങ്ങിയത്? അവനത് വിൽക്കുകയൊന്നും അല്ല, വാങ്ങിച്ചോണ്ട് വന്നതാണ്. കിറ്റി അവന്റെ പണത്തിന്റെ വലിപ്പം കാണിക്കാൻ കിറ്റിക്ക് വേണ്ടിട്ട് അവൻ ചെടികൾ കൊണ്ടുവന്നിരിക്കുക. സംശയമുണ്ടോ? അവൻ ഭയങ്കര പ്ലാനിങ്ങിലാണല്ലോ. ആ ചെടിച്ചട്ടി അവന്റെ തലയിൽ ഇടാനാ തോന്നുന്നേ. എന്നിട്ട് അവന്റെ തലയിൽ ചെടിയും നടണം. കിറ്റി, ഞാൻ പിങ്ക് വൈറ്റ് റെഡ് ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് നല്ലതെന്ന് പറയേ. ഗാർഡന്റെ ഒരു ഏരിയ റോസാ ചെടി വെക്കാം. എന്റെ വീട്ടിൽ സീസണൽ ഫ്ലവേഴ്സും ഉണ്ട് കിറ്റി. ഓഹോ സണ്ണി, ഇതൊക്കെ നിനക്ക് ചിന്തിച്ച് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. എനിക്ക് ഗാർഡൻ അലങ്കരിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് നിന്റെ അടുത്ത് സഹായം ചോദിച്ചത്. എന്റെ വീട്ടിലേക്ക് വന്ന് എന്റെ ഗാർഡൻ അലങ്കരിക്കാൻ ഒന്ന് സഹായിക്കാമോ പ്ലീസ്? സത്യത്തിൽ എനിക്ക് ചെടികളും പൂക്കളും ഒരുപാട് ഇഷ്ടമാണ് സണ്ണി. പക്ഷേ പിക്നിക്കിന് പോകണം സണ്ണി. പക്ഷെ ഈ പ്ലാന്റ് പെട്ടെന്ന് നട്ടില്ലെങ്കിൽ ഇതെല്ലാം നശിച്ചു പോകും കിറ്റി. പ്ലീസ് കിറ്റി, എന്നെ ഒന്ന് സഹായിക്ക്. ഞാൻ ഈ പൂക്കളും നശിക്കാൻ അനുവദിക്കില്ല. പിക്നിക്കിന് ഇനി ഒരു ദിവസം വേണമെങ്കിലും പോകാലോ. എല്ലാ സാധനങ്ങളും നിന്റെ കാറിലേക്ക് എടുത്തു വെക്ക്, എന്നിട്ട് നിന്റെ വീട്ടിലേക്ക് പോകാം. ഞാൻ എന്റെ സാറിനോട് പറഞ്ഞിട്ട് വരാം. താങ്ക് യു കിറ്റി, താങ്ക് യു സോ മച്ച്. എന്റെ അമ്മോ, കൂട്ടുകാരെ, അവൻ ഭയങ്കര പ്ലാനിങ്ങിലാണല്ലോ. ഇനി ആ ഗാർഡന്റെ പേരും പറഞ്ഞ് 2-3 ദിവസം കിറ്റിയോടെ കൂടെ സ്പെൻഡ് ചെയ്യും. അതായത് നമ്മുടെ പിക്നിക് ക്യാൻസൽ. അതെ, അതത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ 4 പേരും ഒന്നിച്ച് നിങ്ങളുടെ ഈ ഷോക്ക് അടിച്ച മുഖം കൊണ്ട് പിക്നിക്കിന് പോയാൽ മതി. ഞാൻ എന്റെ ഗാർഡനിൽ കിറ്റിയോടൊപ്പം പിക്നിക് ആഘോഷിക്കും. ബൈ. പോകാം സണ്ണി. ഞങ്ങളുടെ പിക്നിക്കിന്റെ പ്ലാൻ നശിപ്പിച്ചു. ഇനി ആ സണ്ണി ഇതുപോലെ ഒന്നും കാണിക്കരുത്. അവനിട്ട് 2 കൊടുത്തിട്ടേ ഞാൻ ഇപ്പൊ തന്നെ വരാം. വേണ്ട വലിയ, എപ്പോഴും വഴക്കിലൂടെ മാത്രം ശത്രുക്കളെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. പിന്നൊരു കാര്യം, നമുക്ക് സഹായിച്ചും തോൽപ്പിക്കാൻ കഴിയും. ഇത് കൊള്ളാലോ. അല്പം മുൻപ് നീ ദേഷ്യം കൂടെ തിളക്കിയായിരുന്നല്ലോ. ഇപ്പോൾ മഹാ ഞാനീ പോലാണല്ലോ സംസാരിക്കുന്നത്. പറഞ്ഞത് ശരിയാ സോർദാറെ. ബണി, അധികം ഫിലോസഫി വേണ്ട. നീ കാര്യം തെളിച്ചു പറ. എന്താ നിന്റെ പ്ലാൻ? നമ്മൾ സണ്ണിയുടെ വീട്ടിലേക്ക് പോകും. ഒറ്റ ദിവസം കൊണ്ട് ഗാർഡൻ അലങ്കരിച്ച് അവന്റെ കയ്യിൽ കൊടുക്കും. പിന്നെ മറ്റന്നാൾ കിറ്റിയോടൊപ്പം പിക്നിക്കിനും പോകാം. എന്റെ പൊന്ന് ബണ്ണി, നിന്റെ തലക്കകത്ത് തലച്ചോറിന് എന്താ പണിമുടക്കാണോ? എന്തു പറ്റി? നീ എന്താ അങ്ങനെ പറഞ്ഞേ? എടാ, അതിനാ സണ്ണി നമ്മളെ വീടിന്റെ അകത്തേക്ക് പോലും കയറ്റില്ല. സംശയമുണ്ടോ? ആ വീട്ടിലേക്ക് കിറ്റി നമ്മളെ കയറ്റും. അല്ല, ഒരു കാര്യം മനസ്സിലായില്ല. അഥവാ നമുക്ക് ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ നുഴഞ്ഞേറേണ്ട ആവശ്യം എന്താ ഉള്ളേ? ഇവന്റെ തലയിലും ഒരു ചെടി നട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ദിവസം കൊണ്ട് പൂ വിരിയാനുള്ള മൊത്തം ചെളിയും ഈ തലക്കകത്തുണ്ട്. സംശയമുണ്ടോ? എന്റെ ഹണി, ഈ ഗാർഡനും വീട്ടിൽ തന്നെയല്ലേ ഉണ്ടാകുന്നത്. ഓ, അത് ശരി. ഞാൻ വിചാരിച്ചു. കൂട്ടുകാരെ, സമയം കളയാനില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വാവ്, നിന്റെ ഗാർഡൻ ശരിക്കും വളരെ വലുതാണല്ലോ. എന്ത് ചെയ്യാനാ കിറ്റി, ഞങ്ങൾ അല്പം റിച്ച് ആയി പോയില്ലേ?
നിർത്ത് ജോർദാറെ, വണ്ടി നിർത്ത്. ജോർദാറെ, ഈ സ്കൂട്ടർ പിന്നെയും കേടായി, നമ്മൾ വൈകി പോകും. അത് നമ്മുടെ ബണ്ണിയുടെ സൗണ്ട് അല്ലേ? എടാ ബണ്ണി, ഈ പാട്ട വണ്ടി കൊടുത്തിട്ട് ഒരു സ്കൂട്ടർ വാങ്ങിച്ചൂടെ? അയ്യോ ക്ഷമിക്കണം മുതലാളി, മുതലാളിയുടെ അത്ര പണമൊന്നും ഞങ്ങൾക്ക് ഇല്ലല്ലോ. അതെ മുതലാളി, മുതലാളി ചിലപ്പോ സ്വർണ്ണ ബിസ്ക്കറ്റ് ആയിരിക്കും ഡെയിലി കഴിക്കുന്നത്. അവനെ ദേഷ്യം പിടിപ്പിക്കല്ലേ, മൊത്തത്തിൽ കുളമാവും. ആ? ഈ സാധനങ്ങളൊക്കെ എന്തിനാ കൂട്ടുകാരെ? ഇത് ഗാർഡൻ ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനങ്ങളാ. ഞങ്ങൾ കമ്മീഷണർ സാറിന്റെ ഗാർഡൻ ഡെക്കറേഷൻ ചെയ്യാൻ പോവുകയാണ്. അതെ, ആ? അതിനുശേഷം മേയർ സാറിന്റെ വീട്ടിൽ പോണം. പിന്നീട് മാഡത്തിന്റെ ബോസിന്റെ വീട്ടിൽ പോയി ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യണം. അതിനുശേഷം ഞങ്ങള് ഓവറാക്കല്ലേ. നിങ്ങളൊക്കെ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യുന്ന ജോലി എപ്പോഴാ തുടങ്ങിയത്? അതൊരു 12 മിനിറ്റ് മുമ്പാണ്. ആ? 12 മിനിറ്റ് ആയപ്പോ കമ്മീഷണർ സാറിന്റെ ഫോൺ വന്നായിരുന്നു. ഞങ്ങൾ ഡോക്ടർ ബാലുവിന്റെ ഗാർഡൻ റെഡിയാക്കിയതുപോലെ അദ്ദേഹത്തിനും അതുപോലെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. സംശയമുണ്ടോ? 1 വർഷം കൊണ്ടോ? എന്നിട്ട് പറഞ്ഞില്ലല്ലോ. പ്ലാനിങ് 1 വർഷമായിട്ട് പ്ലാൻ ചെയ്താ ദേ ഇപ്പൊ തുടക്കം ഇട്ടതേ ഉള്ളൂ. അത് നന്നായി. എന്നാൽ നിങ്ങൾ സണ്ണിയുടെ ഗാർഡൻ കൂടി ഡെക്കറേറ്റ് ചെയ്യാ. പക്ഷെ കിറ്റി, അതിനെന്താ, ഇപ്പൊ തന്നെ ചെയ്യാലോ, അതും ഫ്രീ ആയിട്ട്. സണ്ണി ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ. കിറ്റി, ഇത് വളരെ വിലപിടിപ്പുള്ള പ്ലാൻസും പോട്ട്സുമാണ്. ഇവരെ ഞാൻ ഇതിന് അനുവദിക്കില്ല. ഇവരെ ഞാൻ എന്റെ വീട്ടിലേക്ക് കേറ്റില്ല. ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നോ? ഇവന്റെ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യുന്നില്ല ഞങ്ങള്. ചെയ്യണം ചെയ്യണം, സണ്ണി ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ. അവൻ അങ്ങനെ പറയൂ, അത് നമ്മൾ കാര്യമാക്കണ്ട. വേഗം വാ, നമുക്ക് തുടങ്ങാം. സണ്ണി, ഞങ്ങൾക്കൊരു കോണി തരാമോ? എന്താ, കോളിൽ കയറി ചന്ദ്രനിലേക്ക് പോകാൻ വേണ്ടിയാണോ? ഗുഡ് ജോക്ക് സണ്ണി, ഗുഡ് ജോക്ക്. പ്ലാൻസ് ഹാങ് ചെയ്യണം. സംശയമുണ്ടോ? കൊടുക്ക സണ്ണി. ബണ്ണി, നമുക്ക് പിക്നിക് ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഞാൻ സണ്ണിക്ക് ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് വാക്ക് കൊടുത്തു പോയി. കിറ്റി, ഇന്ന് എന്നെ ഗാർഡൻ സെറ്റ് ചെയ്യാം. എന്നിട്ട് നാളെ നമുക്ക് പിക്നിക്കിന് പോകാമല്ലോ. എടാ, കിറ്റിയോടെ സംസാരിച്ചോണ്ടിരിക്കുന്നേ. ഇന്നാ പിടിക്കേ കോണി. സണ്ണി, ഒരു കപ്പും ഒരു ബക്കറ്റും കുറച്ച് വെള്ളവും വേണം. എന്തിനാ, കുളിക്കാൻ വേണ്ടിയാണോ? അല്ല, പെയിന്റ് തുറയ്ക്കാൻ വേണ്ടിയാണ്. ബണ്ണി, ഒരു യെല്ലോ ഒരു ഓറഞ്ച് അങ്ങനെ തരം തിരിച്ചു വെക്കണേ. എടാ, ചുമ്മാ സമയം കളയല്ലേ, ജോലി ചെയ്, ജോലി ചെയ്. കിറ്റി, നീ എന്റെ അടുത്തേക്ക് വാ. സണ്ണി, ഞങ്ങൾക്ക് വേണ്ടിട്ട് കുറച്ച് സമോസ കൊണ്ടുപോവാ. സമോസയല്ല, 2 ഇടി വെച്ച് തരും ഞാൻ. പണി പോലും തുടങ്ങിയിട്ടില്ല, അതിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു സമോസ. മര്യാദക്ക് പണിയെടുക്കുന്നുണ്ടോ? കിറ്റി, വാ, നമുക്ക് അകത്തേക്ക് പോകാം. എന്നിട്ട് ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാം. ഇങ്ങോട്ട് കൊണ്ടുവരൂ. എനിക്ക് ഇവിടെ നിന്ന് ഡെക്കറേഷൻ ചെക്ക് ചെയ്യേണ്ടതല്ലേ? ഇതിനെയാണ് മലർന്നു കിടന്ന് തുപ്പുക എന്ന് പറയുക. കഴുതേ, നീ എന്തിനാണ് സമൂസ ചോദിച്ചത്? കഴുതകളിതാ ഇവരാണ്. അവനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് 1 മിനിറ്റ് കൊണ്ടാ സണ്ണി കിറ്റിയുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുന്നത്. ഞാൻ ആലോചിച്ച് സമൂസ മേടിക്കാൻ വിട്ടു കഴിഞ്ഞാലേ ഒരുപാട് നേരം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. കിറ്റി, ഹോട്ട് ചോക്ലേറ്റ്. സണ്ണി, ഒന്ന് വന്നേ. ദാ ഈ കോണി കിടന്ന് ഇളകുക, ഒന്ന് പിടിക്ക്. നിനക്ക് ചുറ്റും ഇത്ര പണിക്കാരല്ലേ, അവരോട് പറയാ. അവരെല്ലാം ജോലിയിലല്ലേ. ജോലി ബാക്കി വെച്ചാ പിന്നെ നാളെയും വന്ന് ചെയ്യേണ്ടി വരും. വേണ്ട വേണ്ട, പണി ഇന്ന് തന്നെ തീർത്തേക്ക. ഇപ്പൊ ഓക്കെ ആണോ? നീ എന്താ ചെയ്യുന്നേ? ഞാൻ താഴെ വീഴും. സണ്ണി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങ് അടുത്തോട്ട് വന്നേ. ബണ്ണി, എന്തായി ചെയ്യുന്നത്? ഞാൻ ദേ അവിടെ ഹാങ്ങിങ് പോട്ട് കെട്ടാൻ പോവാ. അയ്യോ, നിന്റെ പുറകിൽ ഇതാ സണ്ണി കുരുങ്ങിയിരിക്കുവാണ്. എന്ത്? എവിടെ കുടുങ്ങി സണ്ണി? എടാ, പുറകില് കോടിയിലാണ്. അയ്യോ, പുറകിലല്ല, മുകളില്. എന്റെ സണ്ണി, മുകളിൽ എവിടെയാ നീ? നിന്നെ കാണാനേ പറ്റുന്നില്ലല്ലോ. എടാ, മുകളിലല്ലടാ, പിറകെ. ആദ്യം പറഞ്ഞു മുകളിലാണെന്ന്, ഇപ്പൊ ദേ പറയുന്നു പുറകിലാണെന്ന്. ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നേ? അത് ശരി, ടൈറ്റാനിക് മുങ്ങിപ്പോയോ? സംശയമുണ്ടോ? സോറി സണ്ണി, എനിക്കറിയില്ലായിരുന്നു നീ പുറകിലുണ്ടായിരുന്നെന്ന്. ഓ, സണ്ണിയുടെ കാര്യം വളരെ കഷ്ടത്തിലായല്ലോ. സണ്ണി, പോയി മുഖം കഴുകിട്ട് വാ. ദേ കിറ്റി, പോപ്പട്ട് പെയിന്റ് ചെയ്യുന്നു. കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ആ, നന്നായിട്ടുണ്ട്. പക്ഷെ പച്ചയ്ക്ക് പകരം നീല ഉപയോഗിക്കേ.
കുറച്ച് മഞ്ഞ പെയിന്റോട് മിക്സ് ചെയ്യായിരുന്നു. ചെടികൾക്ക് കുറച്ച് മഞ്ഞ പെയിന്റ് അടിച്ചോക്കെ. ചെടിയിലല്ലടാ പൊട്ട, ചെടിച്ചട്ടിയില്ല പെയിന്റ് ചെയ്യേണ്ടത്. സംശയമുണ്ടോ? കിറ്റി അവരെ പണിയെടുക്കാൻ വിട്. നീ പിന്നീട് പോയി നോക്ക്. വാ നമുക്ക് പോയി ഊഞ്ഞാലടി കളിക്കാം. ഓക്കെ, എനിക്ക് ഊഞ്ഞാലാടുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അണി ഈ പൊട്ടിപ്പോയ ഇഷ്ടിയൊക്കെ പുറത്തുകൊണ്ട് കളഞ്ഞേക്ക്. അവര് ജോലി ചെയ്തോട്ടെ, നമുക്ക് വേറെ ഗെയിം കളിക്കാം. കിറ്റി കാൻഡിയുടെ ജോലിയൊക്കെ കഴിഞ്ഞു. വന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ആ, എന്താ സണ്ണി ഇത്? നിനക്ക് എവിടെയെങ്കിലും അടങ്ങി നിന്നൂടെ? കിറ്റി, ഇതൊട്ടും ശരിയാവില്ല കേട്ടോ. എടാ എന്റെ ഈ കൈ കൊണ്ട് നീ ഇതൊക്കെ കഴുകി കുളിച്ചിട്ട് വാ സണ്ണി. നന്നായി കുളിക്ക്. ചോപ്പില് മുങ്ങി കൊരങ്ങനെ പോലെയായി. കിറ്റി, നിനക്ക് ഭയങ്കര ടാലന്റ് ആണല്ലോ. നോക്ക് സണ്ണി, നിന്റെ ഗാർഡൻ അവരെല്ലാരും കൂടി ചേർന്ന് എത്ര ഭംഗിയാക്കിയെന്ന്. സണ്ണി താങ്ക്സ് എങ്കിലും പറയൂ. താങ്ക്സ്. കിറ്റി, നിന്റെ സദക്ഷന്റെ സഹായത്തോടെ ഇതെല്ലാം ചെയ്തേ. നിനക്ക് ട്രീറ്റ് വേണ്ടേ? വൈ നോട്ട്? ആ. പിസ്സ കഴിക്കാം. ആ പെട്ടെന്ന് ഒരു ചൊല്ല് ഓർമ്മ വന്നത്. പൂച്ച റിച്ചാണ്, പക്ഷെ എന്ത് കിട്ടിയാലും നക്കിയെ കഴിക്കുള്ളൂ. സംശയമുണ്ടോ? ഇനി ഞങ്ങൾ പിക്നിക്കിന് പോവും. നിന്റെ ഗാർഡനിലെ ഊഞ്ഞാല ആടി രസിച്ചോ. ആ.